ഒരു നാൾ ഞങ്ങൾ കേരളം ഭരിക്കും. ആഹാ, ഇതിനും വലിയ സ്വപ്നം ബി.ജെ.പിക്ക് കാണാനുണ്ടോ എന്ന ചോദ്യം പലരും ഉയർത്താറുണ്ട്. അതിനുള്ള കാരണം പേരിനെടുത്തു കാണിക്കാൻ അവർക്കൊരു നേതാവോ നല്ല അണികളോ ഇല്ല എന്ന് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒന്ന് നേരെ നിർത്താൻ ഒരു ചുള്ളിക്കമ്പ് പോലും ബി.ജെ.പിക്ക് ഇല്ല എന്നതാണ് സത്യം. കേരളത്തിൽ ബി.ജെ.പിക്ക് വട്ടപൂജ്യമാണെന്ന് നാൾക്ക് നാൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ത്രിതല പഞ്ചായത്ത് വാർഡുകളിലും ബി.ജെ.പി സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം നടപ്പാകാതെ പോയത് വല്ലാത്ത നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. മൊത്തം പോൾ ചെയ്യുന്നതിന് 25% വോട്ട് നേടണം എന്ന നിർദ്ദേശവും ഫലം കാണില്ല എന്ന അവസ്ഥയിലേക്കാണ് ബി.ജെ.പിയുടെ ഓരോ ദിവസത്തെയും പോക്ക്. 10,000-ത്തിലധികം തദ്ദേശ വാർഡുകളിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളില്ല. ഇത് ഞെട്ടിക്കുന്നതാണ്. എൻ.ഡി.എയിലെ ഘടകകക്ഷികളുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. കേരളത്തിലെ മൊത്തം ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളിലായി 23,612 വാർഡുകളാണുള്ളത്. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 36 വാർഡുകൾ ഒഴിച്ച് 23,576 വാർഡുകളിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 941 ഗ്രാമപഞ്ചായത്തുകളിലായി 17,337 വാർഡുകളുണ്ട്. ഇത്തവണ 1,375 വാർഡുകൾ കൂടി വർദ്ധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വാർഡുകളുടെ എണ്ണം അന്തിമമാക്കി വിജ്ഞാപനം ഇറക്കിയത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2,267 വാർഡുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിൽ 346 ഡിവിഷനുകൾ, 86 മുനിസിപ്പാലിറ്റികളിലായി 3,205 വാർഡുകളും 6 കോർപ്പറേഷനുകളുമായി 421 വാർഡുകളുമുണ്ട്. ആകെയുള്ള 23,756 വാർഡുകളിൽ പകുതിയിടങ്ങളിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളെ ഇല്ല എന്നതാണ് നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചത്. ബി.ജെ.പിക്ക് സാമാന്യം നല്ല വേരോട്ടമുള്ള പാലക്കാട് അടക്കം വടക്കൻ ജില്ലകളിലാണ് സ്ഥാനാർത്ഥി ക്ഷാമം നേരിടുന്നത്. പാലക്കാട്ടെ 11 ഗ്രാമപഞ്ചായത്തുകളിലെ 43 വാർഡുകളിൽ ബി.ജെ.പിയുടെ പൊടി പോലുമില്ല. ആദ്യമായി പിടിച്ചെടുത്ത കോർപ്പറേഷൻ പോലും സ്ഥാനാർത്ഥി നിർത്താൻ ബി.ജെ.പിക്ക് ആകുന്നില്ല എന്നത് വലിയ നാണക്കേടാണ്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 5 വാർഡുകളിലും കാഞ്ഞിരപ്പുഴയിൽ 8 വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെയില്ല. ഒപ്പം കഴിഞ്ഞ തവണ ബി.ജെ.പി മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ 4 വാർഡുകളിലും ആലത്തൂർ, ആലന്നൂർ പഞ്ചായത്തുകളിൽ 5 ഇടങ്ങളിലും സ്ഥാനാർത്ഥികളില്ല. വടകരപ്പന്തി, പുതുനഗരം, വണ്ടാഴി, പെരുമാട്ടി പഞ്ചായത്തുകളിൽ 4 വാർഡുകളിലും കാരാക്കുർശി, വടക്കാഞ്ചേരി പഞ്ചായത്തുകളിൽ 3 കിഴക്കാഞ്ചേരിയിൽ 2 മങ്കരയിൽ 1 ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളില്ല എന്നാണ് അറിയുന്നത്. മലപ്പുറം, കണ്ണൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ ഒട്ടുമിക്ക വാർഡുകളിലും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികൾക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ബി.ജെ.പി നേതൃത്വം ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ 5 ഇടങ്ങളിൽ എൻ.ഡി.എക്ക് സ്ഥാനാർത്ഥികളെ ഇല്ല. ചളിക്കവട്ടം, ഈരവേലി, മട്ടാഞ്ചേരി, തഴുപ്പ, മാനാശ്ശേരി ഡിവിഷനുകളാണ് മത്സരിക്കാൻ പാർട്ടിക്ക് ആളില്ലാതെ പോയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോദയിൽ വാശേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്താകട്ടെ 5 നഗരസഭാ വാർഡുകളിലും 43 പഞ്ചായത്ത് വാർഡിലും 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും ബി.ജെ.പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടേയില്ല. രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്ന ജില്ലയിലാണ് ഇത്രയും സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത്. എൻ.ഡി.എയുടെ ഘടകകക്ഷികളും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. കൂടാതെ കൊല്ലം ജില്ലയിലും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം എൽ.ഡി.എഫും യു.ഡി.എഫും സ്ഥാനാർത്ഥി പ്രളയമാണ് നടക്കുന്നത്. പല ബി.ജെ.പി നേതാക്കളെയും കൂട്ടരാജിവെച്ച് പാർട്ടിയിൽ നിന്നും ഇറങ്ങുന്നതും പതിവായി കാണുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കേന്ദ്രത്തിൽ നിന്നും പല വിളികൾ വന്നിട്ടും ബി.ജെ.പിക്ക് എടുത്തു കാണിക്കാൻ ഒരു നേതാവ് പോലും ഇല്ല എന്നത് പാർട്ടിയുടെ വലിയ പരാജയം തന്നെയാണ്.